ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അഫോർഡബിൾ റേറ്റിലുള്ള എൻ്റെ ആമസോൺ കിച്ചൺ ഹോൾ വീഡിയോ ആണ്. ഇത് 100% എൻ്റെ ഓണസ്റ്റ് റിവ്യൂ ആണ്. കാരണം ഇത് ഞാൻ ഇന്നോ ഇന്നലെയോ വാങ്ങിയ പ്രൊഡക്ട്സ് അല്ല, 2023 മുതൽ കിച്ചണിൽ ഞാൻ യൂസ് ചെയ്ത് വരുന്നതാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായി കാണുക. ഫസ്റ്റ് തന്നെ ഇംപെക്സിൻ്റെ ഈ ഒരു പുഷ് ചോപ്പറാണ്. ഇത് ഞാൻ 2023 ആമസോൺ വഴി വാങ്ങിയതായിരുന്നു. അന്ന് റേറ്റ് 499 ആ റേഞ്ചിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് 299 രൂപ മാത്രമേ ഉള്ളൂ. ചോപ്പർ ഞാനിങ്ങനെ ഒരുപാട് ആലോചിച്ച് വാങ്ങിയതാണ്. കാരണം എൻ്റെ റിലേറ്റീവ്സൊക്കെ അവരുടെ വീട്ടിൽ വാങ്ങിയ ചോപ്പർ പെട്ടെന്ന് ചീത്തായി പോയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി ജസ്റ്റ് വാങ്ങിയതേ ഉള്ളൂ. ചോപ്പർ 2 ടൈപ്പ് ഉണ്ട്. ഒന്നിങ്ങനെ പുഷ് ചെയ്യുന്നതും ഒന്ന് നമ്മളൊരു നീഡിൽ വലിച്ചു വിടുന്നതും. അപ്പോൾ ഞാൻ വാങ്ങിയത് പുഷ് ചെയ്യുന്ന ചോപ്പറാണ്. എനിക്ക് തോന്നുന്നു പുഷ് ചെയ്യുന്ന ചോപ്പറാണ് കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ഞാനിത് ഹാൻഡിൽ വിത്ത് കെയർ അങ്ങനെയൊന്നും അല്ല, അത്യാവശ്യം റഫ് യൂസ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര നമുക്ക് കിച്ചണിൽ ഒരാളിൻ്റെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ചോപ്പർ എന്ന് പറയുന്നത്. ഈ 3 വർഷം കൊണ്ടും ചോപ്പറിന് ഒരു രീതിയിലുള്ള കംപ്ലൈൻറ്റും വന്നിട്ടില്ല. ബ്ലേഡിൻ്റെ ഷാർപ്നെസ് ആയാലും ഞാൻ ആദ്യം വാങ്ങിയപ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് വാങ്ങുക, നല്ല യൂസ്ഫുള്ളാണ്. അടുത്തതായിട്ട് ഈ ഒരു ഡിഷ് വാഷ് ഡിസ്പെൻസറാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 179 രൂപയാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ്. മാത്രമല്ല ഇതിന് 2 കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഒന്നിൽ നമ്മൾ ഹാൻഡ് വാഷിൻ്റെ ലിക്വിഡും മറ്റേതിൽ ഡിഷ് വാഷ് ജെൽ ലിക്വിഡും ഒഴിച്ച് വെക്കാം. മാത്രമല്ല അത് നമ്മൾ ആവശ്യത്തിന് മാത്രം ഇതിനകത്ത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിനാവശ്യത്തിനുള്ള ലിക്വിഡ് മാത്രമേ പുറത്തു വരൂ. അപ്പോൾ നമുക്ക് ലിക്വിഡ് നല്ല രീതിയിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അടുത്തതായിട്ട് ഈ ഒരു സ്ക്രബാണ്. ഇത് സ്പോഞ്ചും സ്റ്റീലും കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്ക്രബാണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ക്രബ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ കണ്ടിട്ടുള്ള സ്ക്രബ് ഒന്നെങ്കിൽ സ്പോഞ്ച് മാത്രം ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ മാത്രമായിരിക്കും. പക്ഷേ ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പാത്രമൊക്കെ നല്ല ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ പറ്റും. പിന്നെ ഓരോ വാഷ് കഴിയുമ്പോഴും ഈ സ്ക്രബ് നന്നായിട്ട് കഴുകി വെക്കുക, അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ചെറിയ സ്മെല്ലുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരു ദിവസമൊക്കെ ഇത് കഴുകാതിരുന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു സ്മെല്ല് വരും. ഞാൻ മാക്സിമം ഇത് 1 മാസം വരെയാണ് ഉപയോഗിക്കാറ്. ഇതിൽ ഈ സ്പോഞ്ചും കൂടി വരുന്നത് കൊണ്ടാണ് നമ്മൾ ആഫ്റ്റർ യൂസ് കഴുകിയില്ലെങ്കിൽ ആ ഒരു സ്മെല്ല് വരിക. അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. പിന്നെ ഇത് കിങ്ങിണിക്കുട്ടിക്ക് ഇപ്രാവശ്യം സ്കൂൾ തുറന്നപ്പോൾ ഞാൻ ആമസോൺ വഴി വാങ്ങിയ ബോട്ടിലാണ്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ശരിയല്ലാത്തതുകൊണ്ടാണോ അതിന് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണോ എന്നറിയില്ല, ജസ്റ്റ് തറയിൽ വീണപ്പോൾ അപ്പം തന്നെ ഇതിൻ്റെ ആ ഒരു താഴെ വശം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ച പോലും അവളിത് തികച്ച് സ്കൂളിൽ കൊണ്ടുപോയില്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 380 രൂപയാണ്. പക്ഷേ ക്വാളിറ്റി വൈസ് ഇത് കുറച്ച് പിറകിലോട്ടാണ്. ഗ്ലാസ്സുകളെല്ലാം ഞാനിങ്ങനെ ജനലിൻ്റെ ആ സൈഡിലായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചേക്കായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആമസോൺ വഴി ഒരു കപ്പ് സ്റ്റാൻഡ് അല്ലെങ്കിൽ കപ്പ് ഹോൾഡർ വാങ്ങിയത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതിനകത്ത് 12 കപ്പ് വരെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. പല സൈസിലും വെയിറ്റിലും ഉള്ളത് ഹാങ് ചെയ്തിടാൻ പറ്റും. ഇത് സ്പേസ് നമുക്ക് നന്നായിട്ട് സേവ് ചെയ്യാനും പറ്റും. പിന്നെ കാണുമ്പോഴും ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 169 രൂപയാണ്. ആ പൈസയ്ക്ക് എന്തുകൊണ്ടും വർത്താണ്. പിന്നെ ഇത് ഞാൻ റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഏകദേശം 1 മാസം ആവുന്നേ ഉള്ളൂ. അടുത്തതായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ഓയിൽ ഡിസ്പെൻസറാണ്. ഇത് 2 എണ്ണമായിട്ടാണ് കിട്ടുക. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 165 രൂപയാണ്. ഇത് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യില്ല, ഇത് ആരും വാങ്ങണ്ട. കാരണം ഇത് ഭയങ്കരമായിട്ട് ചോരുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ 1 ലിറ്റർ എണ്ണ ഇതിനകത്ത് ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 280 ഗ്രാം എണ്ണ എങ്ങനെയായാലും ചോർന്നു പോകും. അപ്പോൾ ഓരോ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ടവൽ വെച്ച് തുടച്ച് വയ്ക്കുമായിരുന്നു. എന്നാലും ആ വച്ചിരിക്കുന്ന ആ കൗണ്ടർ ടോപ്പിലൊക്കെ നിറച്ച് എണ്ണ ആവാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിനുവേണ്ടി വാങ്ങിയ ഒരു വുഡൻ ട്രേ ആണിത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 180 രൂപയാണ്. അപ്പോൾ ഈ ട്രേയിൽ കാണാൻ പറ്റും 2 ബോട്ടിലും ചോരുന്നില്ല. അതിൽ ഒരു ബോട്ടിൽ മാത്രമേ ചോർച്ചയുള്ളൂ, ഒരു ബോട്ടിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ആ ഇരിക്കുന്ന ഭാഗം കണ്ടില്ല, ആ കറുത്ത കളറിൽ ഇരിക്കുന്നത് ആ എണ്ണ ഇങ്ങനെ വീണ് അങ്ങനെ പാടായതാണ്. അപ്പോൾ ഈ വുഡൻ ട്രേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമുക്ക് ഇങ്ങനത്തെ 2 ബോട്ടിലും പിന്നെ ഞാനൊരു നെയ്യുടെ കുപ്പിയും പിന്നെ അല്ലാതെ ഒരു ബോട്ടിലും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ളതാണ്. അടുത്തതായിട്ട് ഈ ഒരു ഹെവി ഡ്യൂട്ടി പാൻ ആൻഡ് പോട്ട് ഓർഗനൈസറാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 370 രൂപയാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഇത് ഇരുമ്പാണെന്ന് തോന്നുന്നു, നല്ല വെയിറ്റ് ഉണ്ട്. നമുക്കിത് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഉപയോഗിക്കാം.
ഞാൻ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ 5 കമ്പാർട്ട്മെൻറ്റ് ആണ് വരുന്നത്. താഴേന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങനെയും വെക്കാം, ചരിച്ചും വെക്കാം. എങ്ങനെ വെച്ചാലും നമുക്ക് ഇതിനകത്ത് 5 പാത്രങ്ങൾ വെക്കാൻ പറ്റും. അത്യാവശ്യം ഒരു കമ്പാർട്ട്മെൻറ്റിൽ തന്നെ 2 പാത്രങ്ങൾ വെക്കാം, അതിനുള്ള സ്പേസ് ഉണ്ട്. ഈ പ്ലാസ്റ്റിക് ഓർഗനൈസർ എനിക്ക് വെറും 98 രൂപയ്ക്കാണ് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് അല്ല, അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. ഈ 4 എണ്ണം 98 രൂപയ്ക്ക് എന്തുകൊണ്ടും വെർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്തത് ഈ ഒരു വുഡൻ കട്ടിംഗ് ബോർഡാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 10 മാസത്തോളം ആവുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. റേറ്റ് വന്നിട്ട് 180 രൂപയാണ്. പിന്നെ ഈ ഒരു ചപ്പാത്തി റോളർ റേറ്റ് വന്നിട്ട് 168 രൂപയാണ്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. നമുക്ക് ചപ്പാത്തി പരത്തുമ്പോൾ നല്ല ഒഴുക്കിന് പരത്താൻ പറ്റും. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. എൻ്റെ കയ്യിൽ മുന്നേ ഇരുന്ന ചപ്പാത്തി റോളർ ഒരു സുഖമില്ലാത്തതായിരുന്നു, പക്ഷേ ഇത് അടിപൊളിയാണ്. അടുത്തത് ഈ ഒരു വാൾ ഹാങ്ങിങ് ചെറിയൊരു ഓർഗനൈസറാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 310 രൂപയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്, നല്ല വെയിറ്റും ഉണ്ട്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ഏകദേശം ഒരു 6-7 മാസം ആവുന്നു. ഇതുവരെയായിട്ട് വേറെ അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ ഈ ഒരു ഹാങ്ങിങ് ഈ ഒരു സംഭവവും ഞാൻ ആമസോൺ വഴി വാങ്ങിയതാണ്. ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഒരു പാക്കറ്റിൽ 10 എണ്ണം ഉണ്ടായിരുന്നു. അപ് ടു 5 kg വെയിറ്റ് വരെ ഇതിന് അഫോർഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമാണ്. പിന്നെ ആ ഹാങ്ങിങ് അതിനകത്തുള്ള ഒരു ചെറിയൊരു സംഭവമാണിത്. ഇതിനകത്ത് നമുക്ക് പിച്ചാത്തിയോ എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് വയ്ക്കാം. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാങ് ചെയ്യാനുണ്ടായിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഡ്രില്ല് ചെയ്യാൻ പറ്റില്ല, കാരണം ഫ്രിഡ്ജിൻ്റെ വയർ പോയിട്ടുള്ളതുകൊണ്ട് ഡ്രില്ല് ചെയ്യുന്നത് സേഫ് അല്ലാത്തതുകൊണ്ടാണ് അത് യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് സൂക്ഷിക്കുന്നത് കത്തികളും കത്രികയും പിന്നെ മെയിനായിട്ട് ഫിംഗർ ക്യാപ്പ്. എത്രയൊക്കെ സൂക്ഷിച്ചു വെച്ചാലും ആവശ്യത്തിന് നോക്കുമ്പോൾ അത് കാണാറേയില്ല. പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ ലൈറ്ററും അതിനകത്താണ് ഞാൻ സൂക്ഷിക്കുന്നത്. അവിടെ സേഫായിട്ടിരുന്നോളും, തറയിൽ വീഴോ അല്ലെങ്കിൽ വെള്ളം കയറി ലൈറ്റർ ചീത്തായി പോവോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ കുറച്ച് ഹാങ്ങിങ് സംഭവങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാനിത് വെറുതെ അവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഞാൻ ഇങ്ങനെ കിച്ചൺ ടവലാണ് ഹാങ് ചെയ്തിടാറ്. അപ്പോൾ ഇതെന്തുകൊണ്ടും നമുക്ക് വെർത്തായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അടുത്തത് നോൺ സ്റ്റിക്കിൻ്റെ വി ഗാർഡിൻ്റെ നോൺ സ്റ്റിക്ക് പോട്ട്സ് ആണ്. ഇത് ഈ 3 എണ്ണം വരുന്നത് റേറ്റ് വന്നിട്ട് 2290 രൂപയാണ്. അപ്പോൾ ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയതിൽ ഏറ്റവും റേറ്റ് കൂടിയ സാധനം എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ മസ്റ്റ് ബൈ പ്രൊഡക്റ്റാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുമാണ്, മാത്രമല്ല നല്ല നോൺ സ്റ്റിക്ക് പാത്രമാണ്. പിന്നെ ഇത് ഇൻഡക്ഷൻ ഫ്രണ്ട്ലിയാണ്. മാത്രമല്ല ഇതിൻ്റെ കൂടെ ഈ ഒരു വുഡൻ സ്പൂണും കൂടി കിട്ടുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്ക്രബും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തിയൊക്കെ ഇങ്ങനെ പൊങ്ങി വരാറ്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ കുഴച്ച് പരത്തി ഉണ്ടാക്കിയാലും ചപ്പാത്തിയൊന്നും ഒരു സുഖമില്ലാതാവും. പിന്നെ ഓയിലായാലും നമുക്ക് ഇപ്പോൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇങ്ങനെ തേങ്ങയൊക്കെ വറുക്കുമ്പോൾ നമുക്ക് അടിയിൽ പിടിക്കാതെ വറുത്തെടുക്കാം. ഇത് ഇൻഡസ് വാലിയുടെ കാസ്റ്റ് അയൺ തവയാണ്. 1287 രൂപയാണ് റേറ്റ്. ഇൻഡസ് വാലി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. പക്ഷേ ഞാനിത് ഒരിക്കലും ആർക്കും സജസ്റ്റ് ചെയ്യില്ല. കാരണം ഫസ്റ്റ് യൂസ് മുതലേ എനിക്കൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആദ്യം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങനെ നടുക്ക് ഭാഗം കരിഞ്ഞിങ്ങനെ ഒട്ടിപ്പിടിക്കുകയും ഇളവി വരാതാവുകയും ചെയ്തു. അത് ചപ്പാത്തി മാത്രമല്ല, ദോശയാവട്ടെ, അങ്ങനെ എന്തുണ്ടാക്കിയാലും ഇത്രയും ഭാഗം ഇങ്ങനെ കരിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടില്ലേ ഒരു പുക പോലെ വരികയും ചപ്പാത്തിയൊക്കെ റൊട്ടി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ആർക്കും സജസ്റ്റ് ചെയ്യില്ല. ഇത് പോളിസ്റ്റർ ഫ്രിഡ്ജ് കവറാണ്. റേറ്റ് വന്നിട്ട് 231 രൂപയാണ്. ഇതും ഞാൻ 2023 വാങ്ങിയതാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇത്രയും വർഷമായിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിന് ഇതുപോലൊരു പിടിയുടെ ഒരു കവറും വരുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഫ്രിഡ്ജിന് പിടിയില്ലാത്തതുകൊണ്ട് ഈ കവർ വേണ്ട. പിന്നെ അകത്തുള്ളതൊക്കെ ഏകദേശം കുറച്ച് പനലായിട്ടുണ്ട്. അത് ഇത്രയും വർഷമായില്ലേ. ഇതൊരു വുഡൻ സ്പാച്ചുല സെറ്റാണ്. ആ ഇരിക്കുന്നത് നേരത്തെ നമുക്ക് പോട്ടിൻ്റെ അവിടെ ഫ്രീ കിട്ടിയതാണ്. ഇതിൻ്റെ കൂടെ ഇനി 2 സ്പൂണും കൂടി ഉണ്ടായിരുന്നു. അത് എവിടെയാണെന്ന് ഇപ്പോൾ അറിയില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 189 രൂപയാണ്. ഇത് വാങ്ങിയിട്ട് ഞാൻ ഏകദേശം 2 വർഷത്തോളം ആവുന്നു. അടുത്തത് വന്നിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ഓർഗനൈസറാണ്. ഇത് പ്ലാസ്റ്റിക് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്.
ഇത് റേറ്റ് വന്നിട്ട് 474 രൂപയാണ്. ദിൽദർ അങ്ങനെ എന്തോ ഒരു കമ്പനിയുടെ ആണ്. ഇത് നമുക്ക് ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ പൊക്കിയെടുക്കാമെങ്കിലും ഇതിനകത്ത് നല്ല രീതിയിൽ വെയിറ്റ് ഇത് മാനേജ് ചെയ്യും. ഞാനൊരു കണ്ടെയ്നറിലും 4 കിലോ സവാള അങ്ങനെയൊക്കെയാണ് ഇടുന്നത്. ഇത് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളം ആവുന്നു. പിന്നെ ഇങ്ങനെ നമുക്കിങ്ങനെ ഉന്തി നടക്കാം, നമുക്ക് അങ്ങോട്ട് വലിച്ചെടുക്കുകയും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കാം, അങ്ങനെ പറ്റും. പിന്നെ ഇത് കണ്ടെയ്നർ നമുക്ക് ഒരുമിച്ച് വെക്കേണ്ട എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇങ്ങനെ ഇളക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആമസോൺ കിച്ചൺ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. ലിങ്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.